അനന്തു, ഇന്ത്യയിലെ എല്ലാ വർഷവും 5.87 ആളുകളാണ് ക്യാൻസർ, ഹൃദ്രോഗം പോലുള്ള നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പ്രകാരം മരണപ്പെടുന്നത്. ലോകത്തിൽ തന്നെ 45 മില്യൺ ആളുകളാണ് 2021 WHO കണക്ക് പ്രകാരം മരണപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് കസാക്കിസ്ഥാനെ പോലുള്ള ഒരു മധ്യേഷ്യൻ രാജ്യം WHO ചേർന്ന് എടുത്ത ചില നയ നടപടികൾ, ചില രാജ്യത്ത് കൊണ്ടുവന്നുള്ള ചില നിയന്ത്രണങ്ങൾ, ഇതുമൂലം ഇത്തരത്തിലുള്ള അസുഖങ്ങളിൽ നിന്ന് മുക്തി നേടിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള ഒരു സന്തോഷ വാർത്തയും കൂടി WHO പുറത്തുവിട്ടിട്ടുണ്ട്. ഞാനും ഈ റിപ്പോർട്ട് വായിച്ചിരുന്നു. മുകേഷേട്ടാ, ഈ NCDs എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? NCDs എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ്. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാത്ത അസുഖങ്ങളെയാണ് NCDs എന്ന് പറയുന്നത്. ആ ഒരു കാറ്റഗറിയിൽ പ്രധാനമായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്യാൻസർ, ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം, ഇതൊക്കെയാണ് NCDs എന്ന് പറയുന്ന കാറ്റഗറിയിൽ WHO ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് പ്രധാനമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ, അതുപോലെ നമ്മുടെ എൻവിയോൺമെന്റ്, അതുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ് പ്രധാനമായിട്ടും NCDs അസുഖങ്ങൾ എന്ന് പറയുന്നത്. അല്ലാണ്ട് ഇതൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരുന്ന അസുഖമല്ല. കസാഖിസ്ഥാനിലെ എന്തൊക്കെ നടപടികളാണ് ഇതിൽ കൊണ്ടുവന്നിട്ടുള്ളത്? പ്രധാനമായിട്ടും നയ നടപടികൾ എന്ന് പറയുമ്പോൾ പുകവലി നിയന്ത്രണമാണ് ഇവർ പ്രധാനമായിട്ടും കൊണ്ടുവന്നത്. പുകവലി നിയന്ത്രണത്തിൽ എന്ന് പറയുമ്പോൾ പൊതുസ്ഥലങ്ങളിലുള്ള പുകവലി അവർ പൂർണ്ണമായിട്ടും നിരോധിച്ചു. പിന്നെ പുകവലിക്കുന്ന സിഗരറ്റ് പാക്കറ്റുകളിൽ, ആ പാക്കറ്റുകളിൽ വ്യക്തമായ മുന്നറിയിപ്പുകൾ അവർ നൽകി. ഒപ്പം തന്നെ ഈ സിഗരറ്റുകൾ പൂർണ്ണമായിട്ട് അവരവിടെ നിരോധിച്ചു. നികുതി വർധനവ് വന്നു, അതായത് പുകവലി ഉൽപ്പന്നങ്ങൾക്ക് നികുതി നന്നായിട്ട് വർദ്ധിപ്പിച്ചു. ഇത്തരം കാര്യങ്ങളാണ് പുകവലിയുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ വരുന്നത്. അതിനോടൊപ്പം തന്നെ പ്രമേഹം, പൊണ്ണത്തടിക്ക് കാരണമാകുന്ന ഈ ഷുഗർ കണ്ടന്റ് വളരെ കൂടുതലുള്ള ശീതളപാനീയങ്ങളുടെ ഉപയോഗത്തിന് നിയന്ത്രണം വന്നു. പ്രധാനമായിട്ടും 21 വയസ്സിന് താഴെയുള്ള ആളുകൾക്ക് ഇത്തരം ശീതളപാനീയങ്ങൾ അല്ലെങ്കിൽ ഇത്തരം പഞ്ചസാര കലർന്ന പാനീയങ്ങൾ വിൽക്കുന്നത് പൂർണ്ണമായി അവിടെ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള നിരോധനങ്ങളിലൂടെ ആയിരിക്കാം അവർ ഇത്തരത്തിലുള്ള ഒരു വിജയം അവർ കൈവരിച്ചിട്ടുണ്ടാവുക. ഒപ്പം തന്നെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, അതായത് ക്യാൻസർ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മുൻകൂട്ടി കണ്ടുപിടിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റുകൾ അവർ വളരെ ശക്തമായി അവരത് നടപ്പിലാക്കുകയും അത് വിജയം കൈവരിക്കുകയും ചെയ്തു. എല്ലാവർക്കും ഒരു പ്രൈമറി ഹെൽത്ത് കെയർ സപ്പോർട്ട് ലഭിക്കുന്ന വേണ്ട സാഹചര്യം ഗവൺമെന്റ് അവർ ഒരുക്കി, അതെല്ലാവർക്കും ലഭിക്കുകയും ചെയ്തു. ഈ ഒരു സംവിധാനം അവിടുത്തെ ഈ ഒരു വിജയം കൈവരിക്കുന്നതിന് ഒരു നാഴികക്കല്ലായി മാറി. ഇവർ ഇത്തരം WHO ചേർന്ന് ഇത്തരം നയ നടപടികൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവിടെയുള്ള ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ പ്രീമേച്ചർ ഡെത്തുകൾ, NCDsമായി ബന്ധപ്പെട്ട് വരുന്ന പ്രീമേച്ചർ ഡെത്തുകൾ വളരെയധികം കുറഞ്ഞു. അത് മാത്രമല്ല, ആ രാജ്യത്തിന്റെ ലൈഫ് എക്സ്പെക്റ്റൻസി വളരെയധികം ഉയർന്നു. 70-72 വയസ്സിൽ നിന്നും ഒരു 75 വയസ്സിലേക്ക് ആയുർദൈർഘ്യം വർദ്ധിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ ഈ നടപടികളൊക്കെ ഇന്ത്യയിൽ നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റില്ലേ? ഇത്തരത്തിലുള്ള നയ പരിപാടികളും നിയന്ത്രണങ്ങളൊക്കെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ പോപ്പുലേഷൻ വലിയൊരു കൺസേൺ ആണ്. നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. നമുക്ക് സമയമെടുക്കും ഈ ഇത്തരത്തിലുള്ള ഒരു വിജയം കൈവരിക്കാനും കാര്യങ്ങൾക്കൊക്കെ. നമുക്ക് അത്തരത്തിലുള്ള വിജയം എത്രയും പെട്ടെന്ന് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നിങ്ങൾക്ക് ഈ റിപ്പോർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണം അല്ലെങ്കിൽ മനസ്സിലാക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അത് നിങ്ങൾക്ക് നോക്കി കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്.